രാജ്യത്തിന്റെ പ്രസിഡന്റ് തന്റെ മക്കൾക്ക് കല്യാണം വേണമെങ്കിൽ 1000 എണ്ണം കിട്ടും. ഏറ്റവും വലിയ കോടീശ്വരന്റെ കുടുംബത്തിൽ നിന്ന് വരും. എന്നാൽ ഉമർ തന്റെ മക്കളോട് ചോദിച്ചു, നിങ്ങൾ രണ്ടുപേരിൽ ആരാ ആ കുട്ടിയെ കിട്ടുന്നേ? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആലയുടെ മൂത്ത മകൻ പറഞ്ഞു, എനിക്ക് വേണോപ്പ, പണമില്ലെങ്കിലും സൗന്ദര്യമില്ലെങ്കിലും വലിയ അറിയപ്പെടുന്ന കുടുംബം അല്ലെങ്കിലും എനിക്ക് അല്ലാഹ് ഉള്ള പെണ്ണിനെയാണ് വേണ്ടേ, ദീനുള്ള പെണ്ണിനെ എനിക്ക് വേണം. അങ്ങനെ വിവാഹം കഴിച്ചു. എന്റെ പ്രിയപ്പെട്ടവർ, എപ്പോഴും നമ്മൾ ദീനിനാണ് പരിഗണന കൊടുക്കേണ്ടത്. അങ്ങനെ ദീനിന് പരിഗണന കൊടുത്താൽ ഉണ്ടാകുന്ന പ്രതിഫലം എന്താണ് അതിന്റെ പ്രയോജനം? നിങ്ങൾ ചരിത്രം എടുത്ത് വായിച്ചു നോക്ക്. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു ലോകമറിയുന്ന പണ്ഡിതനാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ചരിത്രം നിങ്ങൾ എടുത്ത് വായിച്ചു നോക്ക്. കരയും നമ്മൾ. സാധാരണ ഒരാളല്ല, ഖബറിനോട് പോലും സംസാരിച്ച മഹാനാ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ചരിത്രം നമ്മൾ എടുത്ത് വായിച്ചു നോക്ക്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങള് അള്ളാഹുവിനെ ഭയന്ന് ജീവിച്ച ഒരു മനുഷ്യനാ. തന്റെ മരണം അടുത്തു എന്ന് മനസ്സിലായി. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല കുളിച്ചു റെഡിയായിട്ട് കഫൻ തുണിയും എടുത്തുകൊണ്ടുവന്ന് മരിക്കാനുള്ള തയ്യാറെടുപ്പോടെ തന്റെ റൂമിന്റെ അകത്ത് കടന്നു വന്നു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ മരിക്കാനുള്ള തയ്യാറെടുപ്പോടെ തന്റെ വീടിന്റെ അകത്ത് കടന്നു വന്നിട്ട് തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഫാത്തിമയെ എടുത്തു വിളിച്ചു. എന്നിട്ട് ഫാത്തിമയോട് പറഞ്ഞു, ഫാത്തിമ, എന്റെ മരണം അടുത്തിരിക്കുകയാണ്, ഞാൻ മരിക്കാൻ പോവുകയാണ്, എന്റെ മരണം അടുത്തിരിക്കുന്നു ഫാത്തിമ. അതുകൊണ്ട് ഭർത്താവ് ഭാര്യയോട് പൊരുത്തം ചോദിക്കുകയാണ്, ഭാര്യ ഭർത്താവിനോട് പൊരുത്തം ചോദിക്കുകയാണ്. അവസാനം പൊരിയുകയാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഫാത്തിമ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭാര്യയുടെ കണ്ഠങ്ങൾ നിറഞ്ഞൊഴുകുകയാണ്. കാരണം ഭർത്താവ് മരിക്കാൻ പോവുകയാ. കരഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഭാര്യയോട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ചോദിക്കുന്നു, ഫാത്തിമ, നിനക്കിനി എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടോ ഫാത്തിമ? ഫാത്തിമ നിന്ന് കരയുകയാണ്. കാരണം തന്റെ ഭർത്താവ് മരിക്കാൻ പോവുകയാണ്. ഫാത്തിമ നിന്ന് കരയുകയാണ്. കരയുന്ന ഫാത്തിമയോട് ഭർത്താവ് പറയുന്നു, ഫാത്തിമ, വെളിയിലിറങ്ങൂ, റൂമിന്റെ പുറത്തിറങ്ങൂ, റൂമിന്റെ പുറത്തിറങ്ങിയിട്ട് വാതിലടയ്ക്കു ഫാത്തിമ. ഫാത്തിമ ചോദിക്കുകയാണ്, എന്തിനാണ് എന്നെ പുറത്താക്കുന്നത്? നിങ്ങൾ മരിക്കാൻ പോവുകയാണല്ലോ, നിങ്ങളുടെ സക്കറാത്തിന്റെ അവസ്ഥയിൽ ഞാൻ കൂടെ നിൽക്കണമല്ലോ, എനിക്കെന്റെ റബ്ബ് തരുന്ന ഭാഗ്യമാണല്ലോ, എന്തിനാണ് എന്നെ പുറത്തിറങ്ങാൻ പറയുന്നത്? ഫാത്തിമ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭാര്യ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളോട് ചോദിക്കുമ്പോ അവിടെ നിന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? എന്റെ അടുക്കൽ നിർത്താൻ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, എന്നോട് വെറുപ്പുള്ളത് കൊണ്ടല്ല, പിന്നെ എന്തിനാണ് റൂമിന്റെ പുറത്തിറങ്ങിയിട്ട് വാതിലടയ്ക്കാൻ പറയുന്നതെന്നറിയോ? മനുഷ്യരും ജിന്നുകളുമല്ലാത്ത ഒരു വിഭാഗം വരുന്നു ഫാത്തിമ. എന്റെ കൂട്ടുകാര് വരുന്നു ഫാത്തിമ, എന്റെ അതിഥികൾ വരുന്നു ഫാത്തിമ, എന്റെ കൂട്ടുകാര് വരുന്നു ഫാത്തിമ. നീയൊന്ന് റൂമിന്റെ പുറത്തിറങ്ങൂ, നീ വെളിയിലിറങ്ങിയിട്ട് വാതിലടയ്ക്കൂ. ഫാത്തിമ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭാര്യ മനസ്സില്ല മനസ്സോടെ വീടിന്റെ പുറത്തിറങ്ങിയിട്ട് വാതിലടയ്ക്കുകയാണ്. സമാധാനമില്ലത് ഫാത്തിമയ്ക്ക്, സമാധാനമില്ല. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് റൂമിന്റെ അകത്ത് സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാണ്. ഫാത്തിമ കരയുകയാണ്. ഫാത്തിമ കരയുകയാണ്. അവിടെ നിന്ന് ചിന്തിക്കുന്നു, റബ്ബേ, ആരാ അല്ലാഹ്? എന്റെ ഭർത്താവിനെ കാണാൻ വരുന്നതാരാ അല്ലാഹ്? എന്റെ ഭർത്താവിന്റെ കൂട്ടുകാരാരാ അല്ലാഹ്? അടച്ചിട്ടിരുന്ന വാതിലിന്റെ പഴിയിലൂടെ ഫാത്തിമ ഒളിഞ്ഞു നോക്കുകയാണ്. ഫാത്തിമ ഒളിഞ്ഞു നോക്കുകയാണ്. കാണുന്ന
എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭാര്യ വീണ്ടും ഒളിഞ്ഞു നോക്കുകയാണ്. തന്റെ ഭർത്താവ് എന്താണ് പറയുന്നത്, തന്റെ ഭർത്താവ് എങ്ങനെയാണ് മരിക്കുന്നത്. അടച്ചിട്ടിരുന്ന വാതിലിന്റെ പഴുതിലൂടെ നോക്കുമ്പോൾ ഖുർആനോടുന്നു വാപ്പാ. അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതുകയാ. അമ്മമാരെ, സാധാരണ ആയത്തല്ല ഓതുന്നത്. ഏതായത്താ ഓതിയതെന്നറിയോ? ഖദ്ദാറുൽ ആഖിറത്തു നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലൂവൻ ഫിൽ അർളി വലാ ഫസാദാ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് റൂഹ് പിടിക്കാമെന്നപ്പോ ഒരു ആയത്തേതെന്നറിയോ? ഖദ്ദാറുൽ ആഖിറത്തു നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലൂവൻ ഫിൽ അർളി വലാ ഫസാദാ. വാതിലിന്റെ പഴുതിലൂടെ ഒളിഞ്ഞു നോക്കുന്ന പ്രിയപ്പെട്ടവരെ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് വിളിച്ചു പറയുന്നു, ഫാത്തിമ ഫാത്തിമ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അല്ലാഹു നല്ല മരണം കൊടുക്കുന്നത് ആർക്കും അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്നവർക്കാ. തന്റെ പ്രിയപ്പെട്ടവളോട് വിളിച്ചു പറയുകയാ, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവർക്കാണ് പടച്ച റബ്ബ് നല്ല മരണം കൊടുക്കുന്നത്. ഫാത്തിമ നോക്കുമ്പോ മുഖത്തേക്ക് തുണിയെടുത്തിടുകയാ. ലാ ഇലാഹ ഇല്ലല്ലാഹ്. പിന്നെ അനക്കമില്ലോ, റൂമിന്റെ അകത്തനക്കമില്ല. ഫാത്തിമ ഓടുകയാണ്. ഭർത്താവിന്റെ റൂമിന്റെ വാതിൽ തുറന്ന് ഓടിച്ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ്, എന്തൊരു സുഗന്ധമെന്നറിയോ? ഭർത്താവ് കിടക്കുന്ന റൂമിന്റെ അകത്ത് വല്ലാത്ത സുഗന്ധമാ. ഭർത്താവിന്റെ മുഖത്തിട്ടിരുന്ന തുണിയെന്ന് മാറ്റുമ്പോ എന്തൊരു പ്രകാശമെന്നറിയോ? എന്തൊരു പുഞ്ചിരിയെന്നറിയോ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാ. നാട് മുഴുവനും അറിയുകയാണ്, നാട്ടുകാർ മുഴുവനും അറിയുകയാണ്, ജനങ്ങൾ മുഴുവനും ഓടി വരികയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസിനെ കാണുന്നവർ പറയുന്നു, അല്ലാഹ് എന്തൊരു മരണമാ, അല്ലാഹ് എന്തൊരു പ്രകാശമാ റബ്ബേ, എന്തൊരു പ്രകാശമാ അല്ലാഹ്. പടച്ചവനെ ചിരിക്കുന്നല്ലോ. ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ ജനാസ കാണുന്നവർ മുഴുവനും പറയുകയാണ്, അവിടെ നിന്ന് മയ്യത്ത് കുളിപ്പിച്ചതോ, പമ്പതിഞ്ഞു, നിസ്കരിച്ചു, അവസാനം ജനാസ കൊണ്ടുപോയി കബറിനകത്തിറക്കി വെച്ചു. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ. എല്ലാവരും പിടിമണ്ണ് വാരിയിട്ടു. കബറടക്കി കഴിഞ്ഞപ്പോ ഒരാളും പോകുന്നില്ല. സാധാരണ എല്ലാവരും കബറടക്കി കഴിഞ്ഞാ പോകുമല്ലോ. ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ ജനാസ കബറടക്കി കഴിഞ്ഞപ്പോ വന്നവരാരും പോകുന്നില്ല. വലിയ ചർച്ചയായി, വലിയ ചർച്ചയായി. എല്ലാവരും പറയുന്നു, റബ്ബേ അസ്റായിലിനോട് സലാം പറഞ്ഞല്ലോ, ഖുർആൻ ഓതിയല്ലോ, സഹാദത്ത് കലിമ പറഞ്ഞല്ലോ. എന്തൊരു സുഗന്ധമായിരുന്നു റബ്ബേ. എല്ലാവരും പറയുന്നു, വല്ലാത്ത മരണമാ. ഇതെങ്ങനെയാ ലഭിച്ചത്, ഇതെങ്ങനെയാ ലഭിച്ചത്? ജനങ്ങൾ മുഴുവനും പള്ളിയുടെ മുമ്പിൽ നിന്ന് പറയുമ്പോ എല്ലാവരും കൂടെ ഒരു തീരുമാനമെടുത്തു, ഇതറിയണമല്ലോ, ഇതറിയണമല്ലോ. അങ്ങനെ ആ ജനങ്ങൾ മുഴുവനും ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ വീട്ടിലേക്ക് പോകുകയാ. ആ മയ്യത്ത് കൊണ്ടുവന്ന വീട്ടിലേക്ക് ആ നാട് മുഴുവനും പോയി, ആ നാട്ടുകാര് മുഴുവനും പോയി. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ വീടിന്റെ മുറ്റത്ത് നിന്നിട്ട് ജനങ്ങൾ വിളിക്കുന്നു, ഫാത്തിമ ഫാത്തിമ, നീ സങ്കടത്തിലാണെന്നറിയാ, വല്ലാത്ത വേദനയിലാണെന്നറിയാ, ഭർത്താവ് മരിച്ചതിന്റെ പ്രയാസത്തിലാണെന്നറിയാ, ധൈര്യക്കുകയാണെന്നറിയാ ഫാത്തിമ. ഇന്ന് നിന്നെ സങ്കടപ്പെടുത്താമെന്നതല്ല. ഈ നാട്ടുകാർ മുഴുവനും നിന്റെ ഭർത്താവിന്റെ ജനാസ ഖബറിലിറക്കി വെച്ചിട്ട്
മുത്തഖീങ്ങൾക്കാട് അല്ലാഹു മരണമെന്നല്ല മരണം കൊടുക്കുന്നതെന്നുള്ള ആയത്ത് നിന്റെ ഭർത്താവോടിയല്ലോ. എന്തൊരു പ്രകാശമായിരുന്നു ഫാത്തിമ. എന്റെ ഭർത്താവിന്റെ മയ്യത്ത് കുളിപ്പിച്ചവരോ, കഫൻ പൊതിഞ്ഞവരോ, മയ്യത്ത് ചുമന്നവരോ, അവരടയ്ക്കവരോ എല്ലാവരും പറയുന്നതിന്റെ ഇക്കാല് വല്ലാത്ത സുഗന്ധമായിരുന്നു ഫാത്തിമ. ഞങ്ങളും മരിക്കും ഫാത്തിമ, ഞങ്ങളും മരിക്കേണ്ടവരാ ഫാത്തിമ. എങ്ങനാ ഫാത്തിമ എന്റെ ഭർത്താവിന് അല്ലാഹു ഇത്രയും നല്ല ഒരു മരണം കൊടുക്കാ? കാരണം എന്താണെന്നൊന്ന് പറഞ്ഞു തരുമോ? കാരണം എന്താണെന്നൊന്ന് പറഞ്ഞു തരുമോ? ആയിട്ടിരിക്കുന്ന പെണ്ണ് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? അബ്ദുൽ അസീസ് തങ്ങളുടെ ഭാര്യ ആ നാട്ടുകാരോട് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? അതാണ് മറുപടി അബ്ദുൽ അസീസ് അഖ്സരിൽ നാസ് സ്വലാത്തൻ വലാ സിയാമാ. എന്റെ ഭർത്താവ് ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ നിസ്കരിക്കുന്ന മനുഷ്യനായിരുന്നു, ഏറ്റവും കൂടുതൽ നോമ്പ് പിടിക്കുന്ന മനുഷ്യനായിരുന്നു, ഏറ്റവും കൂടുതൽ സദഖ കൊടുക്കുന്ന മനുഷ്യനായിരുന്നു. എന്നൊന്നും ഞാൻ പറയൂല, എന്നൊന്നും ഞാൻ പറയൂല. പിന്നെ എന്റെ ഭർത്താവിന് അല്ലാഹു നല്ല ഒരു മരണം കൊടുക്കാ ഒരേ ഒരു കാരണമേ ഉള്ളൂ, ഒരേ ഒരു കാരണമേ ഉള്ളൂ. ഒരു ഭാര്യ പറഞ്ഞ മറുപടിയാണ്, ഈ ലോകത്തിന്റെ ദിവനായ പടച്ച റബ്ബിനെ കൊണ്ട് തന്നെയാണ് സത്യം. എന്റെ ഭർത്താവിനെ പോലെ അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ച വേറെ ഒരു മനുഷ്യനെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. എന്റെ ഭർത്താവിന് അല്ലാതെ വല്ലാത്ത പേടിയാ, എന്റെ ഭർത്താവിനെ പടച്ചവരെ പേടിയാ. അല്ലാ എന്നൊന്ന് പറഞ്ഞ എന്റെ ഭർത്താവ് കരയുമായിരുന്നു, എന്റെ ഭർത്താവ് കരയുമായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ കിടപ്പറയിൽ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോ എന്നൊന്ന് പറഞ്ഞു, ഞാൻ അല്ലാ എന്നൊന്ന് പറഞ്ഞു. എന്റെ ഭർത്താവ് കരയാൻ തുടങ്ങി. അല്ലാടെ പേര് കേട്ടപ്പോ മരണം പറഞ്ഞപ്പെടല്ല, ഖബറ് പറഞ്ഞപ്പെടല്ല, നരകം പറഞ്ഞപ്പെടല്ല, സിറാത്ത് പറഞ്ഞപ്പെടല്ല, വിചാരണ പറഞ്ഞപ്പെടല്ല, അല്ലാ എന്നൊന്ന് പറഞ്ഞപ്പോ وزنت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അല്ലാ എന്ന് പറഞ്ഞാ കരയുമടോ, അല്ലാ എന്ന് പറഞ്ഞാ കരയുമടോ. വെളുപ്പാങ്കാലം വരെ എന്റെ ഭർത്താവിരുന്ന് കരഞ്ഞു എന്ന ചരിത്രം പറയുമ്പോ ഇത് പാപമാവുന്ന, ഇത് വഞ്ചനയാവുന്ന, ഞാൻ ചെയ്യില്ലെന്ന് പറഞ്ഞപ്പോ പെണ്ണെ നിന്നോട് വെള്ളമൊടിക്കാനാ പറഞ്ഞത്. രണ്ടാമത് ഉമ്മ പറഞ്ഞപ്പോ ഉമ്മ രാജ്യം ഭരിക്കുന്നത് ഖലീഫ ഉമറാവുമ്മ അറിഞ്ഞാ നമ്മൾ വെറുതെ വിടൂല. ഉമർ എങ്ങനെ അറിയാനാണ്? നീ വെള്ളമൊഴിക്കുന്നത് ഉമർ എങ്ങനെ അറിയാനാണ്? ആ സമയത്ത് ഒരു പെണ്ണുമോട് പെറ്റുമ്മയോട് പറഞ്ഞു, ഉമ്മ അല്ലാഹു കാണുന്നുണ്ട് ഉമ്മ. ഉമർ അറിയുന്നില്ലെങ്കിലും അല്ലാഹു അറിയുന്നുണ്ട് ഉമ്മ. അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈൻ എന്ന് തന്റെ ഉമ്മയോട് പറഞ്ഞ ആ പാവപ്പെട്ട യതീമായ മകളുണ്ടല്ലോ, ആ പെണ്ണിന്റെ മോനിന്റെ, ആ പെണ്ണിന്റെ കുടുംബത്തിലാ, ആ പാവപ്പെട്ട പെണ്ണിന്റെ കുടുംബത്തിലാ
ജീവിക്കണേ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട്, എന്റെ സ്വന്തം നഫ്സിനോടും നിങ്ങളോടും പറയുകയാ, എല്ലാം കാണുന്ന ഒരു റബ്ബുണ്ട്, എല്ലാം ചോദിക്കുന്ന ഒരു റബ്ബുണ്ട്, എല്ലാം ചോദിക്കപ്പെടുന്ന ഒരു ദിവസവുമുണ്ട്. അല്ലാഹുവേ, നിന്നെ ഭയന്ന് ജീവിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ. നിന്നെ കുറിച്ചുള്ള ഭയം ഞങ്ങളുടെ ഹൃദയത്തിൽ നീ തരണേ അല്ലാ. അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം തരുമാറാകട്ടെ. എല്ലാവരോടും ചോദിക്കുന്നു, അള്ളാഹിനെ പേടിയുണ്ടോ? എല്ലാവരും പറയുന്നു പേടിയുണ്ട്. എല്ലാവരും പറയുന്ന പേടിയുണ്ട്. സത്യത്തിൽ ഒരാൾക്ക് അള്ളാഹുവിനെ പേടിയുണ്ടെങ്കിൽ 5 അടയാളം അവന്റെ ജീവിതത്തിൽ ഉണ്ടാകും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഒരാൾക്ക് അള്ളാഹിനെ പേടിയുണ്ടെങ്കിൽ അവന്റെ ജീവിതത്തിൽ എത്ര അടയാളം ഉണ്ടാകും? എത്ര അടയാളം ഉണ്ടാകും? 5 അടയാളം ഉണ്ടാകും. അള്ളാഹു അത് പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് എൻ്റെ സമയം കഴിഞ്ഞു. അതുകൊണ്ട് ഇനി എപ്പോഴെങ്കിലും ഇടത്തറ വഴുതു വെച്ചിട്ട് ഇവർ വിളിക്കുവാണെങ്കിൽ ആയുസ് ഉണ്ടെങ്കിൽ 5 അടയാളം പഠിക്കാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇപ്പോൾ ഉള്ളത് കൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി എന്തെങ്കിലും വിളിക്കുവാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് കൂടാ പഠിക്കാം. അള്ളാഹു പറഞ്ഞതും കേട്ടതും